നമുക്ക് അലീനയുടെയും മനുഷ്യങ്കന്റെയും നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ നമ്മൾ കാണുന്ന മാമച്ചനെ കളിയാക്കിയിട്ട് രേവതി കുട്ടി അങ്ങോട്ടേക്ക് ഓടി ചെല്ലുവാണ്. ആ സമയം ഗ്രേസമ്മ ചോദിച്ചു, ഇതെന്താ കൊച്ചൻ നീ ഓടുന്നേ, നിനക്ക് നടന്നു വരാൻ അറിയാൻ പാടില്ലെന്ന് ചോദിക്കുകയാണ്. അത് കേട്ടുകഴിഞ്ഞപ്പം രേവതിക്കുട്ടി പറഞ്ഞു, ഒന്നുമില്ലാന്ന് പറയണേ. ഗ്രേസമ്മയ്ക്ക് മനസ്സിലായി മിക്കവാറും മാമച്ചൻ എന്തേലും പണി ഒപ്പിച്ച് കാണുമായിരിക്കുമെന്ന്. ഈ സമയത്ത് ഗ്രേസമ്മ ചോദിച്ചു, അല്ല കൊണ്ടേ കൊടുത്ത പാവയ്ക്ക ജ്യൂസ് കുടിച്ചോന്ന് നിൽക്കാം. ഞാൻ കുടിപ്പിച്ചിട്ടാ വന്നേന്ന് പറയണ. അതിന്റെ ദേഷ്യം എന്നോട് തീർക്കാൻ വന്നാ ഞാൻ ഓടിയെന്ന് പറയണ. സാറ് വന്നപ്പോഴത്തേനും ഞാൻ ഓടി എന്ന് പറയാം. അല്ല ആ കുക്കറുമ്പൊക്കെ കഴിച്ചോ? അതവിടെ വെച്ചിട്ട് പോരാനായിട്ട് എന്നോട് പറഞ്ഞു. കഴിക്കുമോന്ന് അറിയത്തില്ലാന്ന് പറയാം. ഇന്ന് ഞാൻ മാമച്ചാനെ ശരിയാക്കിയിട്ടുള്ളൂ. ഇത് മധുരം എടുത്ത് കഴിക്കാനായിട്ട് ഇങ്ങോട്ട് വരും, ഇന്ന് ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രേസമ്മ അവിടെ നിൽക്കുകയാണ്. ഈ സമയം രേവതിക്കുട്ടി ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് അങ്ങോട്ട് പോയി. പക്ഷേ ഗ്രേസമ്മയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. രേവതിക്കുട്ടി വന്നതിന് ശേഷം മാമച്ചന് കുറേ വ്യത്യാസവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം രേവതിക്കുട്ടിയോട് കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞാലും മാമച്ചൻ അതൊക്കെ കഴിക്കുകയും കുടിക്കുകയും ചെയ്യും. നേരത്തെ ആണെങ്കിൽ പാവയ്ക്ക ജ്യൂസ് കൊണ്ടേ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം വാഷിംഗ് ബേസിന് ഒഴിച്ച് കളയുക ചെയ്യുന്നത്. പക്ഷെ രേവതിക്കുട്ടിയുടെ അടുത്ത് ആ അടവും അഭ്യാസമൊന്നും നടക്കില്ല എന്നറിയാം. പിന്നീട് ഗ്രേസമ്മ മുറിയിലേക്ക് വന്നപ്പോൾ മാമച്ചനോട് ഇരിക്കുന്നുണ്ടായിരുന്നു. മാമച്ചനോട് ചോദിച്ചു, അല്ല ഇതെന്താ കുക്കുമ്പറൊന്നും കഴിക്കാത്തതെന്ന് ചോദിക്കും. ഞാൻ കഴിച്ചോളാം എന്ന് പറയണേ. എപ്പോൾ കഴിക്കും? അതെ, രേവതി കുട്ടിയോട് ദേഷ്യപ്പെട്ട് കാര്യമില്ല. അവൾ എന്തിനാ പറയണമെന്നറിയാവോ? നിങ്ങളുടെ അസുഖമൊക്കെ പെട്ടെന്ന് ഭേദമാകാൻ വേണ്ടിയിട്ടാ. അല്ലാതെ കുറച്ച് ഷുഗറൊക്കെ വലിച്ചു കയറ്റിയാലൊന്നും ഇതൊന്നും ശരിയാവത്തില്ല. ലഡുവും ജിലേബിയും ഒക്കെ കൊണ്ടുത്തരുവാണെങ്കിൽ ഇപ്പോഴങ്ങോട്ട് വെട്ടി വിഴുങ്ങിയാനല്ലോ എന്നൊക്കെ പറയണേ. അത് കേട്ടപ്പം മാച്ചൻ പറഞ്ഞു, നീ എന്തിനാ ഗ്രേസം എന്നെ ഇങ്ങനെ ചീത്ത പറയണമെന്ന് ചോദിക്കാം. പിന്നല്ലാതെ ഇത്തിരി പോന്ന കൊച്ചിനോട് വഴക്കുണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? 6-60 പറഞ്ഞുകൊണ്ടാ നാണമില്ലേ മാമച്ചാൻ നിൽക്കുന്നു ചോദിക്കോ. അതിന് ഞാൻ അവളോട് വഴക്കൊന്നും പറഞ്ഞല്ലോ. വേണ്ട വേണ്ട, എനിക്ക് മാമച്ചനെ അറിയാലോ. അവൾ ഈ പറയുന്നുണ്ടെങ്കിലേ നിങ്ങൾ കുറച്ചു കാലം കൂടി ജീവിച്ച് കാണുന്ന ആഗ്രഹമുള്ളതുകൊണ്ടാ പറയണേ എന്നൊക്കെ പറഞ്ഞ് ഗ്രേസമ്മ ചീത്ത പറയണ. അവസാനം മാമച്ചൻ എന്ത് ചെയ്യണം, അവിടെ ഇരിക്കുന്ന കുക്കുംബറും പേരക്കൊക്കെ എടുത്ത് കഴിക്കുകയാണ്. വേറെ നിവൃത്തിയില്ല എന്നുള്ള കാര്യം മനസ്സിലായി. ആ സമയത്ത് മനുശങ്കർ വീട്ടിൽ കമലയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്നിച്ചപ്പോൾ കമല ചോദിച്ചു, നീ ഇത്ര സമയം എവിടെയായിരുന്നു? അത് പിന്നെ ഞാൻ അവിടെ മുത്തശ്ശിയെ ഒന്ന് കാണാൻ പോയെന്ന് പറയാം. മുത്തശ്ശിയെ കാണാൻ പോയി. മുത്തശ്ശിയെ മാത്രമാണോ അതോ അവളുണ്ടായിരുന്നോന്ന് ചോദിക്കാം അവിടെ. പിന്നെ അവളെ എങ്ങോട്ടേക്ക് പോകാനാ? എന്താണെങ്കിലും അമ്മയുടെ നാത്തൂനൊക്കെ നോക്കുന്നേക്കാൾ നല്ല ഗംഭീരമായിട്ട് തന്നെ ആ കുട്ടി മുത്തശ്ശീനെ നോക്കുന്നുണ്ടെന്ന് പറയാം. പിന്നെ കാണാം, കുറച്ച് ദിവസം കാണുമ്പോൾ കണ്ടറിയാന്ന് പറയണ. ഇവളുമാരെ പോലെ ഉള്ളവളുമാരൊക്കെ പൈസ തട്ടാൻ വേണ്ടി ഇരിക്കുന്നതാന്ന് പറയണ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മനുശങ്കർ പറഞ്ഞു, അതൊക്കെ അമ്മയുടെ വെറും തോന്നൽ മാത്രമല്ലേ. ഞാൻ നോക്കിയിട്ട് അലീന നല്ല പെൺകുട്ടിയാന്ന് പറയണം. ആ മുത്തശ്ശി കിടക്കുന്ന മുറിയിലേക്ക് ചെന്നാൽ തന്നെ എന്തൊരു ഐശ്വര്യമാണെന്നറിയാവോ. അതൊക്കെ അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയ്ക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല എന്ന് പറയാം. അതേടാ, എനിക്കിതൊന്നും മനസ്സിലാകത്തില്ല, നിനക്കും എല്ലാം മനസ്സിലാകത്തുള്ളൂ എന്ന് പറയണം. അപ്പോഴേക്ക് ഹരിശങ്കർ അങ്ങോട്ടേക്ക് വന്നു. ഹരിശങ്കർ വന്നിട്ട് ചോദിച്ചു, അല്ല ഏട്ടൻ അവിടെ പോയായിരുന്നു ചോദിക്കും. പോയായിരുന്നു. എന്താടാ? അപ്പോൾ ഹരിശങ്കറിന് ഒരു ടെൻഷനുണ്ട്. ഇനിയിപ്പോൾ അവളെങ്ങാനും എന്തെങ്കിലും പറഞ്ഞു കാണുമോ എന്ന് ചോദിക്കുകയാണ്. പിന്നീട് ചോദിച്ചു, അല്ല ആ വേലക്കാരി അവിടെ ഉണ്ടായിരുന്നു ചോദിക്കും. എന്താ അവൾ അവിടെ വേണ്ടായിരുന്നു ചോദിക്കും. അല്ല ചുമ്മാ ചോദിച്ചാ, എനിക്ക് അത്ര അവൾ ശരിയായിട്ട് തോന്നില്ല എന്ന് പറയണ. എന്ത് ശരിയായിട്ട് തോന്നില്ല? അവളുടെ സ്വഭാവം. എന്താടാ, നിന്നോട് അവൾ വല്ല മോശമായിട്ട് പെരുമാറിയെന്ന് ചോദിക്കും. പിന്നെ എൻ്റെ അടുത്ത് പെരുമാറാനും വന്നാലും മതി എന്നൊക്കെ പറയണം. പക്ഷേ എങ്കിൽ മനുവിനറിയാം ഹരിശങ്കറിന്റെ സ്വഭാവം അത്ര പെർഫെക്റ്റ് അല്ല എന്നുള്ള കാര്യം. അവൻ ഇത്തിരി വളഞ്ഞ വഴിയെ സഞ്ചരിക്കുന്നവനാണ് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് മനുശങ്കർ അങ്ങനെ ചോദിക്കുകയും ചെയ്തേ. ഈ സമയത്ത് ഹരിശങ്കർ പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ, ഞാൻ പിന്നെ വെറുതെ അങ്ങോട്ട് ചോദിച്ചെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. അതിൽ തന്നെ എന്തോ ഒരു പന്തികേട് മണത്തു മനുവിന്. കാരണം ഇവൻ അവിടെ പോവാത്തവനാണ്. അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു പറയുകയും ചെയ്തു. സാധാരണ മുത്തശ്ശിയുടെ മുറിയിൽ പോലും കയറാത്തവന് മുത്തശ്ശിയുടെ അടുത്തേക്ക് ഭയങ്കര ക്ഷേമാന്വേഷണം നടത്തി ചെന്ന കാര്യമൊക്കെ മനുശങ്കർ അറിഞ്ഞായിരുന്നു. അതൊക്കെ മുത്തശ്ശി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മനുശങ്കറിൻ്റെ മനസ്സിൽ ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. പിന്നീട് വൈജയന്തി എന്ത് ചെയ്യണം, മുറിയിലേക്ക് എന്നു. അങ്ങനെ പോവാൻ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഇരുന്ന് തൻ്റെ മോതിരമൊക്കെ എടുത്തിടുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഒരു മോതിരം കുറവുണ്ട്. ഇതെവിടെ പോയി എന്നോർത്തുകൊണ്ട് വൈജയന്തി അവിടെ എല്ലാം നോക്കുകയാണ്. അവിടെ ഒന്നും കണ്ടില്ല. പക്ഷെ ഇത് എവിടെ പോയെന്ന് മാത്രം വൈജയന്തിക്ക് മനസ്സിലായില്ല. ആ സമയത്താണ് അങ്ങോട്ടേക്ക് അലീന വരുന്നത്. അലീനയെ കണ്ടതും വൈജയന്തി എന്നിട്ട് ചോദിച്ചു, നീ എൻ്റെ മോതിരം എടുത്തോന്ന് ചോദിക്കുകയാണ്. മോതിരമോ? അതെ, എൻ്റെ മോതിരം എടുത്തെങ്കിൽ നീ അത് കണ്ടോന്ന് ഒക്കെ ചോദിക്കുകയാണ്. അതെങ്ങനെ ഞാൻ കാണുന്നേ? ഞാൻ കണ്ടില്ല മാടെന്ന് പറയണം. വെറുതെ കള്ളത്തരം പറയരുത്, എടുത്തെങ്കിലും ഇങ്ങ് തരണമെന്ന് പറയാ. ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയണേ. കണ്ടിട്ടില്ല എന്നും പറഞ്ഞിട്ട് അലീന അങ്ങോട്ടേക്ക് പോയി. അലീന കണ്ടിട്ടില്ലായിരുന്നു. കാണാത്ത കാര്യം എങ്ങനെ കണ്ടെന്ന് പറയണേ. അപ്പോഴേക്കും ബബിതൻ കൃഷ്ണനെ അങ്ങോട്ട് വന്നു. ഈ സമയത്ത് ബബിത ചോദിച്ചു, നീ എൻ്റെ മോതിരം എടുത്താലും ചോദിക്കും. ഞാൻ എന്തിനാ അമ്മയുടെ മോതിരം എടുക്കുന്നത്? കൃഷ്ണയെ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അല്ല അവളോട് ചോദിച്ചു നോക്കാൻ പറ്റുന്ന പുതിയ ആ ജോലിക്കാരിയോട്. ഇത് കേട്ട് കഴിഞ്ഞപ്പം വൈജയന്തി പറഞ്ഞു, അവളോട് ഞാൻ ചോദിച്ചായിരുന്നു, അവൾ എടുത്തിട്ടില്ലെന്നാ പറഞ്ഞെന്ന് പറയാം. ഓഹോ, അവൾ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു ഉടനെ
അമ്മ അതങ്ങോട്ട് വിശ്വസിച്ചില്ലേ? എൻ്റെ അമ്മേ, ഇത്തരം കൂട്ടരൊക്കെ ഇങ്ങനെ പല കള്ളത്തരങ്ങളും പറയും, നമ്മുടെ മുഖത്ത് നോക്കി കള്ളത്തരം പറയും, അതൊന്നും ഒരിക്കലും വിശ്വസിക്കരുതെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കൃഷ്ണ പറഞ്ഞു, പിന്നെ ആ ചേച്ചി അങ്ങനത്തെ ഒന്നും അല്ല, ചേച്ചി പാവാന്നൊക്കെ പറയണം. അലീന ചേച്ചി പിന്നെ പാവാണ് പോലും. നിന്നോടായാലും ചോദിച്ചോന്ന് ചോദിക്കണം, അല്ലെങ്കിൽ നിനക്ക് അവളോട് ഇച്ചിരി ചായമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യമുണ്ടമ്മേ, ഇപ്പോൾ ഒരു മോതിരം, നാളെ ഇതിന് വില കൂടിയ പല വസ്തുക്കളും പോകുന്നു പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു, എന്നാലും ഇതെവിടെ പോയി? അവളോട് ചോദിക്കുക തന്നെ. ആ സമയത്താണ് ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത്. ബാലേന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്താന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേനും പറഞ്ഞു, അതെ എൻ്റെ ഒരു മോതിരം കാണാനില്ലെന്ന് പറയണം. മോതിരോ? അതവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറയണം. അതെവിടെ പോനാ? ഇവിടെയും കണ്ടില്ല. എനിക്ക് തോന്നുന്ന മിക്കവാറും അവൾ എടുത്തിട്ടുണ്ടോ സംശയമുണ്ട്. ആ പുതിയതായിട്ട് വന്ന ജോലിക്കാരി, അവളെ നല്ല പരിചയം പോലും ഇല്ലയെന്ന് പറയണം. അത് കേട്ടും ബാലേന്ദ്രൻ പറഞ്ഞു, ദേ അനാവശ്യമായിട്ടുള്ള കാര്യം പറയാം, നീ അവിടെ എവിടെയും നോക്ക് വായിച്ചേ, അത് എവിടെയെങ്കിലും കാണും. അവൾ അങ്ങനെ എടുക്കുന്ന കുട്ടിയാന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം. അതെങ്ങനെയാ? ബാലേന്ദ്രൻ അവളെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ചോദിക്കുകയാണ്. ഓ എൻ്റെ വൈജേ, നിന്റെ മുന്നേ ഞാൻ തോറ്റുപോവാ ഇങ്ങനെയുള്ള ഓരോ കുണിഷ്ട ചോദ്യം ചോദിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ. അതവിടെയും കാണും. ആ കുട്ടി എടുക്കുമെന്ന് തോന്നില്ല. അത് അത്രക്കാരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണം. വെറുതെ നീ ഓരോരുത്തർ സംശയിക്കല്ലേ. ആ പെങ്കുച്ചിനെ ഇനി പറഞ്ഞു വിടാനാണോ നിന്റെ തീരുമാനം എന്നൊക്കെ ബാലേന്ദ്രൻ ചോദിച്ചിട്ട് ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് വൈജയന്തിക്ക് ദേഷ്യം സഹിച്ചില്ല. വൈജയന്തി ഓർത്ത് അലീനെ എടുത്താന്ന് കരുതിയിട്ട് നേരെ മുറിയിലേക്ക് വരുവാണ്. മുറിയിലേക്ക് വന്നിട്ട് നിന്റെ ബാഗ് ഇങ്ങോട്ട് കാണിക്കാൻ പറയാണ്. അപ്പോഴത്തേക്കും മുത്തശ്ശി ചോദിച്ചു, എന്തിനാ ബാഗ് കാണിക്കുന്നത്? ബാഗ് കാണിക്കുന്നത് എന്തിനാന്നോ? എൻ്റെ ഒരു മോതിരം കാണാതെ പോയി, ഇവളുടെ ബാഗിനകത്തുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറയണം. അലീന ബാഗും എടുത്തു കൊടുത്തു. കാരണം അലീനയ്ക്ക് ഒളിക്കാനൊന്നും ഇല്ലല്ലോ. ബാഗ് എടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ വൈജയന്തി എന്ത് വേണം, ആ ബാഗിനകത്തുള്ള എല്ലാം വലിച്ചു വാരി നിലത്തേക്ക് ഇടണം. ഡ്രസ്സെല്ലാം കൂടെ നോക്കി, അതിനകത്ത് കണ്ടില്ല. പിന്നീട് വെച്ച്, നീ അത് എവിടെ കൊണ്ടേ അടി ഒളിപ്പിച്ച് വെച്ചേക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഞാൻ എടുത്തിട്ടില്ല മാടെന്ന് പറയാം. നീ എടുത്തിട്ടില്ല, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അവിടെ ആ കബോർഡ് മൊത്തം നോക്കുകയാണ്. എല്ലാം വലിച്ചു വാരി അങ്ങോട്ട് ഇട്ടു. പക്ഷെ എന്നിട്ടും വൈജയന്തിക്ക് ദേഷ്യം തീരുന്നുണ്ടായിരുന്നില്ല. പിന്നെ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തിക്ക് ഭ്രാന്ത് പിടിച്ച ഒരു അവസ്ഥയായിപ്പോയി. സത്യം പറഞ്ഞോണം, നീ എവിടെയാ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചെന്ന് ചോദിക്കുക. സൗദാമിനി മുത്തശ്ശി പറഞ്ഞു, നീ എന്താ വൈജയ് പറയണേ? നിനക്ക് എന്താ സാമാന്യ ബോധമില്ലേന്ന് ചോദിക്കും. ഒരു മോതിരം കാണാതെ പോയെന്ന് പറഞ്ഞുകൊണ്ട് അതെവിടെയും പോയി നോക്ക്, അല്ലെങ്കിൽ ആര്യനെ മോൾ എടുക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയാം. ദേ അമ്മേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമ്മ ഇതിനകത്ത് കയറി തലയിടേണ്ട കാര്യമൊന്നുമില്ല. ഇവൾ ഇന്നലെ വന്നോളൂ. ഇവൾ എത്രക്കാരിയാ, ഏത് തരക്കാരിയാന്ന് അമ്മയ്ക്ക് അറിയാവോ? ഇവളുടെ ആ ഓർഫനേജിലുള്ളവർ എങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് അറിയാമെന്നൊക്കെ ചോദിക്കണം. മിക്കവാറും പല കക്കാനും മോഷ്ടിക്കാനും ഒക്കെ പോയിട്ടായിരിക്കും ജീവിച്ചുകൊണ്ടിരുന്നത്. അതെങ്കിൽ പിന്നെ ഇത്ര ആൾക്കാർക്ക് എങ്ങനെയാ ഭക്ഷണം ആഹാരവും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അലേനെ പറഞ്ഞു, ദേ മാഡം വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയണം. അനാവശ്യമല്ല, ഉള്ള കാര്യം ഞാൻ പറഞ്ഞ സത്യമല്ലേ എന്ന് ചോദിക്കുകയാണ്. മിക്കവാറും അതിനായിരിക്കും ചാൻസ്. ഇതുപോലെയുള്ള ചില്ലറ മോഷണങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരിക്കും നീയൊക്കെ. ഇവിടെ വന്നിട്ട് 10 ദിവസം തയ്ച്ചില്ല, അതിനുപ്പുറം കണ്ടില്ലേ അവളവിടെ തനി സ്വരൂപം കാണിച്ചെന്ന് ചോദിക്കുകയാണ്. അലീനയ്ക്ക് ദേഷ്യം വന്നു. അലീന പറഞ്ഞു, ഞാൻ എടുത്തിട്ടില്ല. എന്നെ മോഷ്ടിക്കാനായിട്ട് ഒരിക്കലും എൻ്റെ ബ്രജിത്താമ്മ പഠിപ്പിച്ചിട്ടില്ല. ഒരിക്കലും ഞങ്ങളിങ്ങനെ ചെയ്യത്തുമില്ല. ആരുടെയും എന്തെങ്കിലും വേണമെങ്കിലും ചോദിച്ചു മേടിച്ചിട്ടുള്ളൂ. ആരെങ്കിലും തന്നാൽ സ്വീകരിച്ചിട്ടുള്ളൂ. അല്ലാതെ ആരുടെ ഒരു മുട്ടുസൂചി പോലും ഞങ്ങൾ ഇന്നുവരെ മോഷ്ടിച്ചിട്ടില്ല. വിശന്നാൽ പോലും ഞങ്ങളൊരു ആഹാരം കട്ടെടുത്ത് തിന്നിട്ടില്ല എന്നൊക്കെ പറയണം. സൗദാമിനി പറഞ്ഞു, കേട്ടില്ലേ അവൾ പറഞ്ഞത്? പിന്നെ കേട്ടുപോലും. വെറുതെ അല്ലേടി നിൻ്റെയൊക്കെ തല കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നിന്നെ കൊണ്ട് ഇങ്ങോട്ട് ഉപേക്ഷിച്ച് ഓർബനേജിലെ കൊണ്ട് തള്ളിയിട്ട് നിന്റെ അമ്മ പോയെന്ന് പറയണം. അലീനയ്ക്ക് അതിൽ ഒരു കിട്ടാനില്ലായിരുന്നു. കാരണം അലീന ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അത്. ഇങ്ങനെയൊരു കാര്യം എന്ന് പറഞ്ഞാൽ തൻ്റെ സ്വന്തം പെറ്റമ്മയാണിത് പറയണേ. അത് കേട്ട് കഴിയുമ്പോൾ എങ്ങനെ സഹിക്കാൻ പറ്റും? ഏതൊരു പെൺകൊച്ചിനെ സംബന്ധിച്ചിടത്തോളം നല്ല വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണിത്. ഈ സമയത്ത് അലീനയ്ക്ക് നല്ല ദേഷ്യമായി. അലീന അങ്ങ് ചെന്നിട്ട് പറഞ്ഞു, അതെ മാഡത്തിൻ്റെ വില കളയില്ലെന്ന് പറയണം. കൈതയൊക്കെ കുഞ്ഞിരാമൻ മേനോൻ്റെ മോളല്ലേ? അത് മാത്രമല്ല, ഇതിനേക്കാളുപരി നെടുമ്പൊരിക്കൽ ബാലേന്ദ്രൻ്റെ ഭാര്യയല്ലേ? സ്വർണ്ണക്കട ടെക്സ്റ്റൈൽ ഷോപ്പ് ഇരുമ്പാടൊക്കെ ഉള്ള ബാലേന്ദ്രൻ്റെ ഭാര്യയും കൂടെ അല്ലേ? അവരുടെ മാനം കളഞ്ഞു കുളിക്കണോ? ഇത്രയും തരം താഴേണ്ട കാര്യമില്ല എന്ന് പറയണം. നമുക്കൊരു പൊസിഷനുണ്ട്, ആ സ്ഥാനത്ത് നിന്നാൽ പോരെ, വെറുതെ എന്തിനാ അതിന് താഴേക്ക് ഇറങ്ങി ഉള്ള മാനം കളയണമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തിക്ക് ദേഷ്യം ഇരട്ടിച്ചു. വൈജയന്തി എന്തിനാണ് അലീനയുടെ ഭാര്യത്തിന് ഡ്രസ്സെല്ലാം കൂടെ വലിച്ചു പിടിച്ചങ്ങോട്ട് ഇടുവാണ്. നിന്നെ കാണിച്ച ആരാടിന്ന് പറഞ്ഞുകൊണ്ട് സഹിക്കാൻ പറ്റില്ല. ഇത്രമാത്രം ഇൻസൾട്ട് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. കാരണം അലീന പറഞ്ഞു ഓരോ വാക്കും വൈജയന്തിയുടെ നെഞ്ചിനകത്തേക്കാണ് തറച്ചു കയറിയത്. പിന്നീട് അലീന പറഞ്ഞു, ഞങ്ങൾക്ക് ഒരിക്കലും മോഷ്ടിച്ച് ജീവിക്കേണ്ട ഒരു ഗതിയാണ് ഉണ്ടായിട്ടില്ല, അങ്ങനെ ഇന്നുവരെയായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറയാണ്. ഇത് കേട്ടപ്പം അലീനയോട് പറഞ്ഞു, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ്.
ഈ സമയത്ത് അലീനയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി, ഭയങ്കര സങ്കടമായിപ്പോയി. അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും മുത്തശ്ശി സമാധാനിപ്പിച്ചു. സാരമില്ല, അവളുടെ സ്വഭാവം അറിയാലോ, അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കും, മോളൊന്നും കേട്ട് വിഷമിക്കണ്ടെന്ന് പറയാം. എന്നാലും മുത്തശ്ശി എനിക്കെന്തോ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുമെന്ന് പറയണ. എന്തിനാ മോൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നേ? മോൾ എടുക്കില്ല എന്ന് എനിക്കറിയാലോ. അതവിടെ എവിടെയെങ്കിലും കാണും, അല്ലെങ്കിൽ വേറെ ഉണ്ടല്ലോ ഇവിടെ. മിക്കവാറും വേറെ ആരെങ്കിലും എടുത്താണെന്ന് പറയാനും പറ്റില്ല എന്ന് പറയാം. എന്നാലും ഞാനും കൂടെ ഇവിടെ ഉള്ളപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എന്നെയും കൂടെ ബാധിക്കുന്ന കാര്യമില്ലെന്ന് ചോദിക്കും. മോള് വിഷമിക്കൊന്നും വേണ്ടാന്നേ, സങ്കടപ്പെടണ്ട, അതൊക്കെ കിട്ടുമെന്നൊക്കെ പറയണം. അവസാനം അത് മോതിരം കിട്ടുവാണ്. അത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി ശരിക്കും നാണം കിട്ടുപോയി. മോതിരം കിട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സൗദാമിനും വൈജയന്തിയെ വിളിച്ച് ചീത്ത പറയാണ്. ഇപ്പം നിനക്ക് സമാധാനമായല്ലോ. ഒന്നും അറിയത്തില്ലാത്ത ആ കൊച്ചിനെ നീ എന്തൊക്കെ ചീത്തയാടി പറഞ്ഞത്. ഒരു കാര്യം പറഞ്ഞേക്കാം, മേലാല് ഇമാതിരി തരികയുടെ പരിപാടിയായിട്ട് ഇങ്ങോട്ട് വന്നേക്കല്ലേ. നിന്റെ സ്വഭാവം അത് നീ മനസ്സിൽ വെച്ചാൽ മതി. ഒന്നും അറിയത്തില്ലാത്ത ഒരു പെങ്കൊച്ചിനെ ചീത്തയായിട്ട് നിനക്ക് എന്താടി കിട്ടാൻ പോണെന്ന് ചോദിക്കാം. ഇത് കേട്ടിരുമ്പം വൈജയന്തി പറഞ്ഞു, അത് പിന്നെ കാണാതെ പോയി കഴിയുമ്പോൾ അന്വേഷിക്കില്ലേ, ആരാണെങ്കിലും സംശയിക്കില്ലേ നിൽക്കും എന്നും പറഞ്ഞുകൊണ്ട് നീ നിന്റെ മക്കളെ സംശയിക്കുവോ? നിന്റെ മക്കളെ കുറിച്ച് നീ ഇങ്ങനെയൊക്കെ പറയുമെന്ന് ചോദിക്കുകയാണ്. അവളും ഒരു അമ്മ പെറ്റ കുഞ്ഞല്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചെയ്യാത്ത തെറ്റ് അവളുടെ മേലെ ആരോപിച്ച് കഴിയുമ്പോഴത്തേനും അവൾക്ക് അത് സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് അലീന വന്നിട്ട് വൈജയന്തിയോട് പറഞ്ഞു, മാഡത്തിന് ഞാനിവിടെ നിൽക്കുന്ന ഇഷ്ടമില്ലേ പറഞ്ഞാൽ മതി. ഇനി ഇതുപോലത്തെ ആരോപണങ്ങളുമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത്. പറഞ്ഞു കേട്ടല്ലോ, ഒരിക്കലും ഞാനങ്ങനെ ചെയ്യില്ല, മരിച്ചാലും ഞാൻ അങ്ങനെ ചെയ്യില്ല. എൻ്റെ മമ്മി എന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടും ഇല്ല എന്ന് പറയാണ്. ഇതും പറഞ്ഞിട്ട് അലീന അങ്ങോട്ട് കയറിപ്പോവാണ്. അടി കിട്ടിയ പോലെ നിൽക്കുകയാണ്. കാരണം മോഷണ ശ്രമം അവളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയതാ, പക്ഷെ അതൊന്നും നടന്നില്ല. വൈജയന്തി ഒരിക്കലും പ്രതീക്ഷ കാര്യമില്ല ഇങ്ങനെയൊരു ട്വിസ്റ്റ് മോതിരം തിരികെ കിട്ടുമെന്നും അവളെ എടുത്തെന്ന് കരുതി ഇരുന്നതാണ്. പക്ഷെ അതെല്ലാം ചീറ്റി പോയിൻ്റെ ഒരു വിഷമം വൈജയന്തിക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആണെന്ന്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.